വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യേക വിഭവമാണ്. ആദ്യമേ പറഞ്ഞേക്കാം, കൊഞ്ചുവട. എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ ആ കമൻറ്റിലൂടെയാണ് നമുക്ക് പല നല്ലതാക്കാനാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രചോദനം നിങ്ങളുടെ കമൻറ്റിലൂടെ നമുക്ക് കിട്ടും. അപ്പം അതിന് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് കൊഞ്ച് വടയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ കൊഞ്ച് വടയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ചെറിയ കൊഞ്ച് അത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം അധികം ആവാതിരിക്കാൻ അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി സാധാരണ ഇതിനകത്ത് അങ്ങനെ മിക്കവാറും ഇടത്തില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കാന്താരി, വെള്ള കാന്താരി കുറച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കറിവേപ്പില. ഈ കറിവേപ്പില ഞാൻ അരിഞ്ഞായിരിക്കും ഇടുന്നത്, അതായിരിക്കും അതിൻ്റെ ഒരു മണവും ഗുണവും. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞും ഇടാം. പിന്നെ നമുക്ക് അല്ലെങ്കിൽ മറ്റേ ഇടിക്കുന്നതിലില്ലേ ചതച്ചും ഇടാം വേണമെങ്കിൽ. അപ്പം ആ ചതച്ചിടുമ്പോൾ ചില സ്ഥലത്ത് കൂടുതൽ ഇത് കിട്ടും, പിന്നെ ചില സ്ഥലത്ത് കിട്ടത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കുരുകുരാന്നരിഞ്ഞെടുക്കാം. കുരുകുരാന്നരിഞ്ഞ് പിന്നെ വേറൊരു സാധനം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ലേശത്തിന് റവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ, ഒരു നുള്ള്. ഇതിനകത്ത് ചില ആൾക്കാർ കടലപ്പൊടിയൊക്കെ ചേർക്കും. അപ്പം കടലപ്പൊടി അല്ലെങ്കിൽ കടല വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചൊക്കെ എടുക്കും. പക്ഷെ അതിനൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഇതാ. കാരണം അതിനൊരു കടലയുടെ മീൻസ് ഈ പരിപ്പ് വടയുടെ ഒരു ടേസ്റ്റ് കിട്ടുമോയെന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളി എടുത്ത് വെച്ചിരുന്നത് ഞാനൊന്ന് ചതച്ച് കേട്ടോ. നമ്മുടെ ഈ ചതയ്ക്കുന്ന ഇതില്ലേ, ഇതിനകത്ത് വെച്ച് ചതച്ച് കൊഞ്ചും ചെറുതായിട്ട് ഇതിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുത്ത്. കാരണം മിക്സിക്കകത്തിടുമ്പം മിക്സിക്കകത്ത് ആ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ അങ്ങ് കയറിപ്പോവും. ഇതിനകത്താകുമ്പോൾ നല്ലപോലെ നമുക്ക് കാണാം. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ അമ്മിക്കല്ലിലാണ്. പക്ഷേ അമ്മിക്കല്ല് നല്ല ഈ കൊത്തിയിട്ട കല്ലാണെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കുറേ അങ്ങ് കയറും. പിന്നെ നമ്മളിങ്ങനെ കൈയുടെ ഇത് വെച്ച് ചൊരണ്ടിയൊക്കെ പണ്ട് എടുത്തോണ്ടിരുന്നു. നമ്മൾ ഇഷ്ടം പോലെ വട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, മഞ്ഞൾപ്പൊടി ചേർക്കണം, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് നോൺ വെജ് അല്ലേ, നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി എരി കഴിക്കുന്നവരാണെങ്കിൽ നല്ല എരിയിലുണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. ഇത് കാശ്മീരിയാണ്. അപ്പം കുറച്ച് മുളക് പൊടി, അവരവരുടെ എരിക്കനുസരിച്ച് മുളക് പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കായപ്പൊടി ചേർക്കണം. ഓക്കെ, പിന്നെ ഉപ്പാണ് ഇനി ചേർക്കുന്നത്. കറക്റ്റിന് ഉപ്പ് ആയിരിക്കണം കേട്ടോ. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരിക്കട്ടെ. അപ്പം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ആ സമയത്തിന് പാൻ അടുപ്പിൽ വെക്കാം. അടുപ്പിൽ വെച്ചൊന്ന് ഓണാക്കാം ഗ്യാസ് കേട്ടോ. ഗ്യാസ് ഓണാക്കി ഇത് ചൂടാകുമ്പോൾ നമുക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം. ഞാൻ ഇവിടെ കൂടുതലും വെളിച്ചെണ്ണ, ഞാൻ പറഞ്ഞില്ലേ പപ്പടവും പൂരി അത് രണ്ടും ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുന്നത്. നല്ല പോലെ ഇത് മിക്സ് ആക്കുക കേട്ടോ.
ഉപ്പൊക്കെ കറക്റ്റ്. പിന്നെ ഞാൻ ചേർത്തിരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു 3 ഈ വെള്ളക്കാന്താരിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 3 വെള്ളക്കാന്താരി, മഞ്ഞൾ, മുളക് പൊടി. ഇവിടെ മുളക് എരി കുറവാണ് വേണ്ടുന്ന, അതുകൊണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, കറിവേപ്പില ഒരല്പം വെട്ടിയിടാം നമുക്ക്. ചിലർ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കടലമാവ് ചേർക്കുന്നതുകൊണ്ട് അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ പരിപ്പുവട ഇല്ലേ അതിൻ്റെയും കൂടെ ഒരു ചേർന്ന് വരും. ഇതിനകത്ത് ഞാൻ ആ ഉള്ളി ഇട്ടട്ടെ, ഞാൻ നല്ല ചൂടായിട്ട് തീ കുറച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുത് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പം അതിനകത്ത് അതുപോലെ തന്നെ തീ ആദ്യം ഇച്ചിരി കൂട്ടി വെച്ചിട്ട് പിന്നെ എണ്ണ തിളയ്ക്കുമ്പോഴേ പിന്നെ കുറച്ച് വെച്ചാൽ മതി. കാരണം എങ്കിലേ അതിന് അകമൊക്കെ വേവത്തുള്ളൂ. കുഞ്ഞിനൊരു അല്പം വേവുണ്ടല്ലേ, അതൊക്കെ വേവണമെങ്കിൽ അത് തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിനകത്ത് വളരെ കുഞ്ഞതിൻ്റെ ഒന്നും മേൽഭാഗം ഞാൻ എടുത്തില്ല, വളരെ കുഞ്ഞതിൻ്റെ. പക്ഷെ അത് നമ്മൾ ഈ കല്ലിൽ വെച്ച് ഇടിക്കുമ്പോഴേ അതെല്ലാം പുറത്ത് വരും. 2-3 ഉള്ളായിരുന്നു പോയത്. അപ്പം നോക്കിക്കോണേ, നമുക്കൊരു ഒരെണ്ണം ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എരിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോകാം. കറിവേപ്പില ഇട്ടില്ല, എണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് ചെറുതായിട്ടിങ്ങനെ കഴുകിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഞാൻ എൻ്റെ കൈ നനയ്ക്കാതിരിക്കുന്നത് എന്താണെന്നറിയാവോ, ഒരുപാട് വെള്ളം ആവരുത്. ഇതിപ്പോൾ കറക്റ്റാണ് എൻ്റെ പരുവം. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ നിങ്ങൾക്ക്, ഞാൻ നോക്കട്ടെ. അരിഞ്ഞിട്ടിട്ടുണ്ട്. കാണുന്നുണ്ട്. ഐ ആം ഹാപ്പി. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാതാണ് ഞാൻ ചില വീഡിയോയ്ക്കകത്തൊക്കെ എനിക്ക് ചിലപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെയെന്ന് വെച്ചാൽ ഈ മതിലിൻ്റെ ഈ സൈഡിലല്ലേ നമ്മുടെ അടുപ്പ് വെച്ചേക്കുന്നത്. അത് ഈ നടുഭാഗത്ത് ഇപ്പോഴത്തേക്ക് അടുക്കളയുടെ കണക്കുള്ള അടുക്കളയാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് ഈ ഷൂട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം ഞാൻ താണ്ടെ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് ചുട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് എരിയൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. വളരെ തീ കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. എരിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് എരി ചേർത്ത് കൊടുക്കാം. കുറച്ചാണ് ഞാൻ എരി വെച്ചേക്കുന്നത്. ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് അതിനെ കറക്റ്റ് പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. ഈ കൊഞ്ചിനൊക്കെ ഇച്ചിരി വേവ് കുറവാണ് എങ്കിലും അകത്ത് നമുക്ക് വേവണം. ഉള്ളി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണ്ട്. എസ്പെഷ്യലി കൊഞ്ച് കുറച്ച് വേവണ്ട്. അപ്പം അതുകൊണ്ട് തീ വളരെ കുറച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എരി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ.
വെള്ളമയം ഒട്ടുമില്ല. ഞാൻ നല്ല രീതിയിലായിട്ട് കറക്റ്റ് പരുവത്തിനാണ് ബാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവത്തിലാണ്. എരി ഉപ്പ് എല്ലാം കറക്റ്റ്. തീ കുറച്ച് വെക്കുക കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് അപ്പുറവും ഇപ്പുറവും നല്ലപോലെ ആക്കി കൊടുക്കണം. തിരിച്ചും മറിച്ച് എളുപ്പം ആക്കിയിട്ട് കൊടുക്കണം. ഒരു വശം അങ്ങ് മൊരിയുന്നത് വരെ ഇരിക്കരുത്. അപ്പം വേവ് കറക്റ്റ് ആവത്തില്ല. ചിലരൊക്കെ ഇതിനകത്ത് നമ്മുടെ മസാലപ്പൊടി ചേർക്കുക. ഞാൻ മസാലപ്പൊടി ചേർക്കുന്നില്ല. കാരണം മസാലപ്പൊടി ചേർത്താൽ നമുക്ക് വേറെ ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് മസാലപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ തിരിച്ചു മറിച്ചു ഇടാതെ ഞാൻ ഇത്ര ഇട്ട് കൊടുത്തു. ഇത് ഞാൻ കൈ കഴുകുന്നില്ല, ഇങ്ങനെ ആക്കി വെക്കുന്നതേ ഉള്ളൂ. കാരണം കൈ കഴുകിയ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പരുവം തെറ്റിക്കും. ഞാനിപ്പോൾ കറക്റ്റ് പരുവത്തിലേതാക്കി വെച്ചേക്കുന്നു. അപ്പം തിരിച്ച് മറിച്ചു കൊണ്ടിരുന്നാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, ഒരേപോലെ എല്ലായിടവും വേവും. നിങ്ങൾക്ക് ഈ റവയ്ക്ക് പകരമേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി റവ ചേർത്തെന്നുള്ളൂ. അതുവരെ നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പം ക്രിസ്പി ആയിട്ടിരിക്കും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും. ഉപ്പ് നമ്മുടെ കറക്റ്റാണ്. ഞാൻ ഉപ്പ് നന്നാക്കി വെക്കും. അപ്പം ഞാൻ ഇതാ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ ചെയ്യും. കുറച്ച് കറിവേപ്പില വറുത്ത് ഇതിനകത്തെടുത്ത് വയ്ക്കും. ഓക്കെ. ഞാനേ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ടിടാൻ പോവുക. പൊട്ടിത്തെറിക്കുമായിരിക്കും. അതൊന്ന് വറുത്തെടുക്കണേ. വറുത്തെടുത്ത് ഇതിനകത്തോട്ട് ഇടണം. ഞാൻ ഇച്ചിരി തീ ഓഫാക്കിയിട്ട് പേടി വരണം. ഇതെൻ്റെ ഒരു കണ്ണാപ്പയായിരുന്നു. അത് പൊട്ടിപ്പോയി. അപ്പം ഞാനിത് ഇളക്കാൻ എളുപ്പമുണ്ട്. ഇത് വറുത്തങ്ങോട്ട് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യട്ടെ. വെളുത്തുള്ളിയും ഇത് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇട്ട അടിപൊളിയാണ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്തു. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. ഇത് ഓഫാക്കി. ഇത് നോക്കേ, കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഇതിനകത്ത് തട്ടിയിട്ടിട്ട് ഇതാ നോക്കിക്കോ. കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയല്ലേ? കാണാൻ നല്ല ഭംഗിയുമില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് വയ്ക്കുക. ഓക്കെ. നിരത്തി ഒന്നിട്ടിട്ട് ഞാൻ ഓക്കെ. അപ്പം ഞാൻ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഇതേ കണക്ക് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. മനസ്സിലായ? എല്ലാവരും ചെയ്തു നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കണ്ടല്ലോ ഇന്നത്തെ വട. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഓളെന്ന് കൊടുക്കുക. ഓളെന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.